പുകഴ്ത്തിടുവിൻ, നമ്മൾ പാടി പുകഴ്ത്തിടുവിൻ. എന്നാളും സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ, നമ്മൾ പാടി പുകഴ്ത്തിടുവിൻ, നമ്മൾ പാടി പുകഴ്ത്തിടുവിൻ. എന്നാളും അവന അന്തവുമവന അത്ഭുതരക്ഷകന, ആദിയുമവന അന്തവുമവന അത്ഭുതരക്ഷകന. നമ്മെ തേടി രാത്രിയിൽ വന്നു തൻ ജീവൻ നമ്മോട് നേടിയവന, നമ്മെ തേടി രാത്രിയിൽ വന്നു തൻ ജീവൻ നമ്മോട് സ്നേഹിതന. എന്നാളും സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ, നമ്മൾ പാടി പുകഴ്ത്തിടുവിൻ, നമ്മൾ പാടി പുകഴ്ത്തിടുവിൻ. എന്നാളും നമ്മെ കരുതി കൃതനായി തീർന്ന, സമ്പന്നനെന്നാൽ നമ്മെ കരുതി കൃതനായി തീർന്ന, തന്റെ നിസ്തുല്യമാം കൃപ നിത്യവും ധ്യാനിച്ചു പാടി സ്തുതിക്കുക. തന്റെ നിസ്തുല്യമാം കൃപ നിത്യവും ധ്യാനിച്ചു പാടി സ്തുതിക്കുക. എന്നാളും സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ, നമ്മൾ പാടി പുകഴ്ത്തിടുവിൻ, നമ്മൾ പാടി പുകഴ്ത്തിടുവിൻ. എന്നാളും എന്നാളും സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ, നമ്മൾ പാടി പുകഴ്ത്തിടുവിൻ,
പുകഴ്ത്തിടുവിൻ എന്നാളും. ഉള്ളം നന്നേ നിറഞ്ഞു വന്ദനം ചെയ്തിടുവിൻ നന്ദിയാലുള്ളം നന്നേ നിറഞ്ഞു വന്ദനം ചെയ്തിടുവിൻ ദൈവനന്ദനം ചെയ്ത നന്മകളോർത്തു കീർത്തനം പാടിടുവിൻ ദൈവനന്ദനം ചെയ്ത നന്മകളോർത്തു കീർത്തനം പാടിടുവിൻ എന്നാളും സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ നമ്മൾ പാടി പുകഴ്ത്തിടുവിൻ നമ്മൾ പാടി പുകഴ്ത്തിടുവിൻ എന്നാളും സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ നമ്മൾ പാടി പുകഴ്ത്തിടുവിൻ നമ്മൾ പാടി പുകഴ്ത്തിടുവിൻ എന്നാളും. മനുഷ്യൻ സ്വതവേ ആകുല ചിന്ത ഉള്ളവനാണ്. അത് മനുഷ്യ സഹജമാണ്. നാളെയെക്കുറിച്ചുള്ള ചിന്ത ഇന്ന് മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ വലിയവനായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ്: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കയത്രേ എന്നാണ് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. വാനിലെ പറവകളെ പുലർത്തുന്ന ദൈവം, അത് വയലിലെ താമരയെ അണിയിക്കുന്ന വലിയവനായ ദൈവം, അവയെ ഇത്രത്തോളം അത് അണിയിക്കുകയും അത് പരിപാലിക്കുകയും ചെയ്യുന്നെങ്കിൽ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നമ്മെ ഓരോരുത്തരെയും വലിയവനായ ദൈവം എത്രമാത്രം അതിശയമായി വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. തുടർന്ന് നാം പാടുവാനായിട്ട് ആഗ്രഹിക്കുന്ന പാട്ട് മനമേ ചഞ്ചലം എന്തിനായി, കരുതാൻ വല്ലഭൻ ഇല്ലയോ എന്ന പാട്ട് നമുക്ക് ഏവർക്കും കൂടെ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. പാട്ടുപുസ്തകത്തിലെ 26ാമത്തെ പാട്ടാണ് പാടുന്നത്. ഈ പാട്ടുകൾ അടങ്ങിയ പാട്ടുപുസ്തകം ഈ എൻട്രൻസിൽ നമുക്ക് ലഭ്യമാണ്. അവിടെ നിന്ന് ഓരോ പാട്ടുപുസ്തകം ഓരോരുത്തരും കരസ്ഥമാക്കണമേ എന്ന് അത് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നമുക്ക് ചേർന്ന് പാടാം മനമേ ചഞ്ചലം എന്തിനായി. ചഞ്ചലമെന്തിനായി, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനായി, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനായി.
കലങ്ങേണ്ട, നാളെയെ നിനച്ചു നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട. കാലമെല്ലാമുള്ള മനുവേലൻ കരുണായി കൈവിടുമോ? കാലമെല്ലാമുള്ള മനുവേലൻ കരുണായി കൈവിടുമോ? ആ മനമേ ചഞ്ചലമെന്തിനാ, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി? ആ മനമേ ചഞ്ചലമെന്തിനാ. പറവകൾ പുലരുന്നു, നന്നായി വയലിലെ താമര വളരുന്നു. വാനിലെ പറവകൾ പുലരുന്നു, നന്നായി വയലിലെ താമര വളരുന്നു. മാനവനായകൻ നമുക്കേതും നൽകാതെ മറന്നിടുമോ? മാനവനായകൻ നമുക്കേതും നൽകാതെ മറന്നിടുമോ? ആ മനമേ ചഞ്ചലമെന്തിനാ, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി? ആ മനമേ ചഞ്ചലമെന്തിനാ. ദൈവത്തിൻ രാജ്യവും അതിലുന്നത നീതിയും തേടിടണം. ഉന്നമേ ദൈവത്തിൻ രാജ്യവും അതിലുന്നത നീതിയും തേടിടണം. തന്നിടും നായകനതിനോടെ അന്നു വേണ്ടതല്ല. തന്നിടും നായകനതിനോടെ അന്നു വേണ്ടതല്ല. ആ മനമേ ചഞ്ചലമെന്തിനാ, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി? ആ മനമേ ചഞ്ചലമെന്തിനാ. ദേവനെ വരവേൽപ്പിക്കുക, നിർണയമവനതു നിറവേറ്റും. നിൻവഴി ദേവനെ വരവേൽപ്പിക്കുക, നിർണയമവനതു നിറവേറ്റും. ഭാരമോളയിൽ വച്ചിടുകിൽ താൻ തോറും പുലർത്തുമവൻ. ഭാരമോളയിൽ വച്ചിടുകിൽ പുലർത്തുമവൻ. ആ മനമേ ചഞ്ചലമെന്തിനാ, കരുതാ
ജയവീരനായി മനമേ ചഞ്ചലമെന്തിനാ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ജയവീരനായ കർത്താവാണ് നമ്മുടെ ദൈവം. അവൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല. ഈ ലോക ജീവിതത്തിൽ ക്ലേശങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ഒക്കെ നമ്മെ പിടികൂടാം. എന്നാൽ നമ്മെ സഹായിക്കുന്ന വലിയവനായ ദൈവം, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായവൻ നമ്മോട് കൂടെയുള്ളതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവമക്കളുടെ പ്രത്യാശ പൂവണിയുവാൻ പോകുന്ന സുദിനം സമാഗതമായിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് ദൈവമക്കളുടെ പ്രത്യാശ പൂവണിയുന്നത്? നമ്മെ വീണ്ടെടുത്ത നമ്മുടെ രക്ഷകനായ കർത്താവ് നമ്മെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വെളിപ്പെടുന്ന ആ നിമിഷമാണ് നമ്മുടെ പ്രത്യാശ പൂവണിയാൻ പോകുന്നത്. അടുത്ത ഗാനം നാം ഇങ്ങനെ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വല്ലഭന മശിക വരുമല്ലോ, അല്ലലെല്ലാം അശേഷം തീരുമല്ലോ. പാട്ടുപുസ്തകത്തിലെ 27-ാമത്തെ പാട്ട് പ്രിയ സഹോദരന്മാർ നമുക്കായി പാടുന്നു. വരുമല്ലോ, അല്ലലെല്ലാം അശേഷം തീരുമല്ലോ. വല്ലഭനമശിഹ വരുമല്ലോ, അല്ലലെല്ലാം അശേഷം തീരുമല്ലോ. ഹല്ലേലൂയ വാഴ്ത്തിപ്പാടാം, തുല്യമില്ലാത്ത പാഠം ആമോദമായി ആഘോഷമായി. ഹല്ലേലൂയ വാഴ്ത്തിപ്പാടാം, തുല്യമില്ലാത്ത പാഠം ആമോദമായി ആഘോഷമായി. വല്ലഭനമശിഹ വരുമല്ലോ, അല്ലലെല്ലാം അശേഷം തീരുമല്ലോ. വല്ലഭനമശിഹ വരുമല്ലോ, അല്ലലെല്ലാം അശേഷം തീരുമല്ലോ. വസിച്ചിടുന്നേ രോഗം ശോകം ദുഃഖം ഭാരമെല്ലാം മാറുന്ന നല്ല ദിനം നോക്കി നോക്കി വസിച്ചിടുന്നേ അശയാൽ വസിച്ചിടുന്നേ. ഓരോരോ ദിനങ്ങളും കഴിഞ്ഞിടുമ്പോ കത്തൻ വരുന്ന നാളവും അടുത്തിടുന്നേ. ഓരോരോ ദിനങ്ങളും കഴിഞ്ഞിടുമ്പോ കത്തൻ വരുന്ന നാളവും അടുത്തിടുന്നേ. വല്ലഭനമശിഹ വരുമല്ലോ, അല്ലലെല്ലാം അശേഷം തീരുമല്ലോ. വല്ലഭനമശിഹ വരുമല്ലോ, അല്ലലെല്ലാം അശേഷം തീരുമല്ലോ.
മരുഭൂവിൽ വാസമേതും നിസാരമെന്ന് എഴുന്നേ നിസാരമെന്ന് മഹാരാജൻ വാണിടുന്ന ദിനങ്ങളോർത്താൽ മരുഭൂവിൽ വാസമേതും നിസാരമെന്ന് എഴുന്നേ നിസാരമെന്ന് ഈ ലോകത്തിൻ ചിന്താകുലം ലേശമില്ലാതെ പ്രത്യാശയാൽ ആനന്ദത്താൽ നിറഞ്ഞിടുന്നേ ഈ ലോകത്തിൻ ചിന്താകുലം ലേശമില്ലാതെ പ്രത്യാശയാൽ ആനന്ദത്താൽ നിറഞ്ഞിടുന്നേ വല്ലഭനാം മശീഹ വരുമല്ലോ വല്ലതെല്ലാം അശേഷം തീരുമല്ലോ വല്ലഭനാം മശീഹ വരുമല്ലോ വല്ലതെല്ലാം അശേഷം തീരുമല്ലോ അരുമനാഥൻ വേഗം വരാമെന്നുരച്ച അരുമനാഥൻ വേഗത്തേരിൽ മരകമാരകപ്പടിയ വരുമേ അരുമനാഥൻ ഗംഭീരനാഥം കാഹള ദൂതശബ്ദവും കേട്ടിടുമ്പോൾ തൊഴിയിലെ പറക്കും ഗംഭീരനാഥം കാഹള ദൂതശബ്ദവും കേട്ടിടുമ്പോൾ തൊഴിയിലെ പറക്കും മശീഹ വരുമല്ലോ വല്ലതെല്ലാം അശേഷം തീരുമല്ലോ വല്ലഭനാം മശീഹ വരുമല്ലോ വല്ലതെല്ലാം അശേഷം തീരുമല്ലോ ഹല്ലേലൂയ വാഴ്ത്തിപ്പാടാം തുല്യമില്ലാ നാമം പാട്ടാം ആമോദമായി ആഘോഷമായി ഹല്ലേലൂയ വാഴ്ത്തിപ്പാടാം തുല്യമില്ലാ നാമം പാട്ടാം ആമോദമായി ആഘോഷമായി വല്ലഭനാം മശീഹ വരുമല്ലോ വല്ലതെല്ലാം അശേഷം തീരുമല്ലോ വല്ലഭനാം മശീഹ വരുമല്ലോ വല്ലതെല്ലാം അശേഷം തീരുമല്ലോ. അനുഗ്രഹീതങ്ങളായ ഗാനങ്ങൾ ദൈവസന്നിധിയിൽ പാടി നാം സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വഞ്ചന നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും അഴിമതിയും വഞ്ചനയും അത് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ സത്യത്തിൽ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കുവാൻ വിഷമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. അപ്പോൾ ലോകത്തിൽ നിന്നുള്ളത് എന്താണ് എന്നും ദൈവത്തിൽ നിന്ന് ഉള്ളത് എന്താണെന്നും തിരിച്ചറിയുവാനായിട്ടുള്ള കഴിവ് ദൈവമക്കളായ നമ്മൾക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വഞ്ചിക്കപ്പെടുവാൻ എല്ലാവിധ സാധ്യതയുമുള്ള ലോകത്തിൽ നാം വഞ്ചിതരായി തീരുവാൻ ഇടയായി തീരാതെ അത് ദൈവകൃപയിൽ ശരണപ്പെട്ട് നല്ലതേത് തീയതേത് എന്ന് മനസ്സിലാക്കി ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ ഇടയാക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അടുത്തതായി പാടാനായിട്ട് പോകുന്ന 14-ാമത്തെ പാട്ടാണ് അത് നാം പാടുവാനായിട്ട് പോകുന്നത്. വഞ്ചിതരാകാതെ നാം ക്രിസ്തുവിൽ നിലനിൽക്കാം എന്ന് തുടങ്ങുന്ന ഗാനം നാം പാടി സന്തോഷിക്കുവാനായിട്ട് പോവുകയാണ്. ഇതൊരു പുതിയ പാട്ടാണ്. നമുക്ക് അത് പാടി പഠിക്കുവാനായിട്ട് സാധിക്കും. നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ പാട്ടുപുസ്തകം എൻട്രൻസിൽ ലഭ്യമാണ്. അവിടെ നിന്ന് കരസ്ഥമാകാം. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് കത്തുദാസൻ തോമസ് മാത്യു കുമ്പനാടാണ്. തന്നിൽ ദൈവാത്മ പ്രേരിതനായി താൻ എഴുതിയിരിക്കുന്ന ആ പാട്ട് നമുക്ക് ചേർന്ന് പാടുവാനായിട്ട് ഇടയായി തീരട്ടെ. വഞ്ചിതരാകാതെ നാം ക്രിസ്തുവിൽ നിലനിൽക്കാം എന്ന് തുടങ്ങുന്ന ഗാനം.
വഞ്ചിതരാകാതെ നാം വഞ്ചിതരാകാതെ ക്രിസ്തുവിൽ നിലനിൽക്കാം, നാം ക്രിസ്തുവിൽ നിലനിൽക്കാം, ക്രിസ്തുവിൽ നിലനിൽക്കാം, നാം ക്രിസ്തുവിൽ നിലനിൽക്കാം. സാത്താൻ അലറിയടുക്കുമ്പോൾ ശോധനയേറി തകരുമ്പോൾ, സാത്താൻ അലറിയടുക്കുമ്പോൾ ശോധനയേറി തകരുമ്പോൾ ക്രിസ്തുവിൽ നിലനിൽക്കാം, നാം ക്രിസ്തുവിൽ നിലനിൽക്കാം, ക്രിസ്തുവിൽ നിലനിൽക്കാം, നാം ക്രിസ്തുവിൽ നിലനിൽക്കാം. കൺമോഹത്തിൻ വലയത്തിൽ കണ്ണും കരളും കവരാതെ, ജഡമോഹത്തിൻ വലയത്തിൽ ചെടികന്മാരാൽ തീരാതെ, കൺമോഹത്തിൻ വലയത്തിൽ കണ്ണും കരളും കവരാതെ, ജഡമോഹത്തിൻ വലയത്തിൽ ചെടികന്മാരാൽ തീരാതെ ക്രിസ്തൻ കാച്ചുവടനുഗമിക്കാം, ക്രിസ്തൻ പൊന്മുഖം നോക്കിയിടാം, ക്രിസ്തൻ കാച്ചുവടനുഗമിക്കാം, ക്രിസ്തൻ പൊന്മുഖം നോക്കിയിടാം. വഞ്ചിതരാകാതെ നാം വഞ്ചിതരാകാതെ ക്രിസ്തുവിൽ നിലനിൽക്കാം, നാം ക്രിസ്തുവിൽ നിലനിൽക്കാം, ക്രിസ്തുവിൽ നിലനിൽക്കാം, നാം ക്രിസ്തുവിൽ നിലനിൽക്കാം. പ്രതാപം കാട്ടും ലോകത്തിൽ ജീവന പ്രതാപങ്ങൾ, പാപത്തിൻ പടുകുഴിയിൽ നമ്മെ താഴെ വീഴ്ത്തി കളയാതെ, പ്രതാപം കാട്ടും ലോകത്തിൽ ജീവന പ്രതാപങ്ങൾ, പാപത്തിൻ പടുകുഴിയിൽ നമ്മെ താഴെ വീഴ്ത്തി കളയാതെ, പാപത്തിൻ്റെ വിജയം നേടിയ പരനെ നോക്കി പിന്തുടരാം, പാപത്തിൻ്റെ വിജയം നേടിയ പരനെ നോക്കി പിന്തുടരാം. വഞ്ചിതരാകാതെ നാം വഞ്ചിതരാകാതെ ക്രിസ്തുവിൽ നിലനിൽക്കാം, നാം ക്രിസ്തുവിൽ നിലനിൽക്കാം, ക്രിസ്തുവിൽ നിലനിൽക്കാം, നാം ക്രിസ്തുവിൽ നിലനിൽക്കാം. സാത്താൻ അലറിയടുക്കുമ്പോൾ ശോധനയേറി തകരുമ്പോൾ, സാത്താൻ അലറിയടുക്കുമ്പോൾ ശോധനയേറി തകരുമ്പോൾ ക്രിസ്തുവിൽ നിലനിൽക്കാം, നാം ക്രിസ്തുവിൽ നിലനിൽക്കാം, ക്രിസ്തുവിൽ നിലനിൽക്കാം, നാം ക്രിസ്തുവിൽ നിലനിൽക്കാം. ദൈവമക്കളായ നാം ഈ ലോക
മരുഭൂയാത്രയിലാണ്. ഈ ലോകമാം വാരിധിയിലൂടെ വിശ്വാസ തോണിയിലേറി യാത്ര ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. ഈ ജീവിതമാം തോണിക്കെതിരെ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അവിടെയും ഭയം കൂടാതെ നമുക്ക് നിൽക്കുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ജീവിത പടകിൽ കർത്താവ് കൂടെയുണ്ട് എന്നുള്ള കാര്യമാണ്. ആ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ അതെ ഉണർത്തിക്കൊണ്ട് അതേ കർത്താവിനോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കായിരിക്കാനായിട്ട് കർത്താവ് ഇടയാകട്ടെ. അടുത്തതായി പാടുവാനായിട്ട് പോകുന്ന പാട്ട് 37-ാമത്തെ പാട്ട്, വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ എന്ന് തുടങ്ങുന്ന പാട്ട് നമുക്ക് ഏവർക്കും കൂടെ ചേർന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ അടിച്ച് പ്രത്യാശയെ ഉണർത്തി നമുക്ക് ആ പാട്ട് പാടി ദൈവസന്നിധിയിൽ സന്തോഷിക്കാം. വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. രക്ഷിതാവിൻ കൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പാടും ഞാനെന്നും എന്റെ പ്രിയനേ, പാടും ഞാനെന്നും എന്റെ പ്രിയനേ. വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. എന്റെ പ്രിയൻ വാനിൽ നിന്നിടുന്ന നാട്ടൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എന്റെ പ്രിയൻ വാനിൽ നിന്നിടുന്ന നാട്ടൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. ശാപം ഭൂകമ്പം ആയിനാരവം, ശാപം ഭൂകമ്പം ആയിനാരവം. ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ശാപത്താലി ശോണിയെങ്ങും ക്ഷീണമാകുമ്പോൾ എനിക്കെത്തിടാത്ത നിക്ഷേപമുണ്ട് എന്റെ പ്രിയനിൽ. ശാപത്താലി ശോണിയെങ്ങും ക്ഷീണമാകുമ്പോൾ എനിക്കെത്തിടാത്ത നിക്ഷേപമുണ്ട് എന്റെ പ്രിയനിൽ. എന്നെ പോറ്റിടും എന്റെ രക്ഷകൻ, എന്നെ പോറ്റിടും എന്റെ രക്ഷകൻ. വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഇന്നലെ കളിന്നു ഞാനും പ്രിയ പാടിനോ ഏറ്റമടുത്തായതെനിക്കെന്റെ ആനന്ദം. ഇന്നലെ കളിന്നു ഞാനും പ്രിയ പാടിനോ ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. എന്റെ പ്രിയനെ ഒന്നു കാണുവാൻ, എന്റെ പ്രിയനെ ഒന്നു കാണുവാൻ. വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഈ വാരിധിയിൽ വൻതിരയിൽ തള്ളലേറ്റു ഞാൻ, പൊങ്ങിടാതെ പ്രിയനെന്റെ കൂട്ടിലുണ്ടല്ലോ. ഈ വാരിധിയിൽ വൻതിരയിൽ തള്ളലേറ്റു ഞാൻ, പൊങ്ങിടാതെ പ്രിയനെന്റെ കൂട്ടിലുണ്ടല്ലോ. ഗാനം പാടിയൻ നാട്ടിലെത്തുമേ, ഗാനം പാടിയൻ നാട്ടിലെത്തുമേ. വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും
കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ എന്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ എന്റെ രക്ഷിതാവിനെ വരവ് കാത്തു കാത്തു ഞാൻ ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്രയേൽക്കണം എന്റെ രക്ഷിതാവിനെ വരവ് കാത്തു കാത്തു ഞാൻ ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്രയേൽക്കണം നിന്നെ കാണുമ്പോൾ ദുഃഖം തീർന്നു പോ നിന്നെ കാണുമ്പോൾ ദുഃഖം തീർന്നു പോ വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ആത്മീയ സമാഗമത്തിന്റെ മൂന്നാം രാത്രിയിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഒരുമിച്ചിങ്ങനെ ആയിരിക്കുവാൻ ദൈവം നമ്മെ അനുവദിച്ചു. വന്നുചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നാം ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ആവശ്യമായ ദൂത് തന്റെ ദാസന്മാരിൽ കൂടി നമുക്ക് പകർന്നുകൊണ്ടിരുന്നു. നമുക്ക് ഇന്നിവിടെ ഇങ്ങനെ കൂടി വരുവാൻ നല്ല സാഹചര്യത്തെ തന്നു. നമുക്ക് കൂടി വരുവാൻ നല്ല സ്ഥലം തന്നു, നല്ല സാഹചര്യങ്ങൾ തന്നു. ഇവിടെ വന്നു ചേരുവാൻ നമുക്ക് നമ്മുടേതായ സാഹചര്യങ്ങളെ തന്നു. ഇതൊക്കെയും ദൈവത്തിന്റെ ദാനമാണ്. ദാനത്തെക്കാൾ അധികം ദാതാവിനോട് നന്ദിയുള്ളവരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ അനുവദിക്കുന്ന സമയം മുമ്പോട്ട് പോകാം. ദൈവത്തിന്റെ വചനം ശരിയായ രീതിയിൽ നമ്മളുടെ ഉള്ളിൽ ഗ്രഹിക്കുന്നതിന് അതിന് ശരിയായ രീതിയിൽ വിശദീകരിച്ചു തരേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് തന്റെ വിലയേറിയ ദൈവദാസന്മാരെ നമ്മുടെ മധ്യത്തിലേക്ക് അയച്ചിട്ടുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ പതിയുന്നതിന്, ഉൾക്കൊള്ളുന്നതിന്, അതുമൂലം നമ്മുടെ ജീവിതത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിന് ദൈവം നമുക്ക് അവസരത്തെ തന്നിരിക്കുകയാണ്. ഈ തരുണത്തിൽ ശമൂവേൽ പ്രവാചകന്റെ ആ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് നോക്കുന്നത് വളരെ നല്ലതാണ്. ശമൂവേൽ യഹോവയുടെ സന്നിധിയിൽ വളർന്നു. അവൻ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു. എന്നാൽ ദൈവം അവനെ 3 പ്രാവശ്യം വിളിച്ചു. ആ ദൈവത്തിന്റെ വിളി തിരിച്ചറിയുവാൻ അവന് സാധിച്ചില്ല. പുരോഹിതനായ ഏലിയുടെ നിർദ്ദേശപ്രകാരം അവൻ ദൈവത്തിന്റെ മുമ്പിൽ തന്നെ സമർപ്പിച്ചു. അരുളി ചെയ്യണമേ, അടിയനിതാ കേൾക്കുന്നുവെന്ന് അവന്റെ വായിൽ നിന്ന് പറയും. അവൻ സമർപ്പിച്ചു, ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അതുമൂലം ഭാവിയിൽ വളരെയധികം പ്രയോജനങ്ങൾ ആ ദൈവദാസിൽ നിന്ന് ഉണ്ടായതായിട്ട് നാം കാണും. ഈ കൂടിയിരിക്കുന്ന നാം ഓരോരുത്തരും ദീർഘനാളുകളായിട്ട് ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരാണ്. നാം എത്രത്തോളം അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട് എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവം നമുക്ക് തന്ന അവസരങ്ങൾ നമ്മൾ എത്രത്തോളം ഉപയോഗിച്ചു എന്ന് നമുക്ക് ശോധന ചെയ്യാം. വ്യസനത്തിലുള്ള മാർഗം നമ്മിലുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗങ്ങളിലേക്ക് നമ്മളെ നടത്തണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് വചനം ശ്രവിക്കാം. വചനം നമ്മുടെ ഉള്ളിൽ പതിഞ്ഞ് അത് ക്രിയ ചെയ്ത് നമ്മുടെ ജീവിതത്തിന് നമുക്ക് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുന്നതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. നമുക്ക് ഒരു സമർപ്പണ മനോഭാവത്തോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാം. ഈ കഴിഞ്ഞ പകലിലും അനുഗ്രഹീതമായ ശുശ്രൂഷകളിലൂടെ നടക്കുവാൻ ദൈവം സഹായിച്ചു. രാവിലെ അനുഗ്രഹീതമായ ബൈബിൾ ക്ലാസ് നടന്നു. അത് ശ്രദ്ധിച്ചവർക്കൊക്കെ അതിന്റെ മാഹാത്മ്യം, അതിന്റെ വിശിഷ്ട ഫലങ്ങൾ മനസ്സിലായി കാണും. പിന്നീട് നടന്ന
സുവിശേഷന്മാരുടെ യോഗത്തിലും 250-ലധികം പ്രിയപ്പെട്ടവർ വന്ന് സംബന്ധിക്കുവാൻ സാധിച്ചു. അനുഗ്രഹകരമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നടക്കും. ഇനിയും വരുന്ന ദിവസങ്ങളിലും നമുക്ക് ആവശ്യമായ കൃപകൾ ഉയരത്തിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കഴിവോ പ്രാപ്തിയോ കൊണ്ട് നമ്മളൊന്നും സാധിക്കുന്നില്ല. നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കും. ഇന്നും ദൈവത്തിന്റെ വചനം സൂക്ഷിക്കുന്നതിനായിട്ട് അനുഗ്രഹീതരായ 2 ദൈവദാസന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. സഹോദരന്മാരായ വർഗീസ് കെ കുര്യനും ചാണ്ടപ്പുള്ള ഫിലിപ്പും നമ്മോടൊപ്പം ഉണ്ട്. അവര് നമുക്ക് ആവശ്യമുള്ള വചനം വിഭാഗിക്കുന്നതിന്, അവർ പറയേണ്ടത് പറയുന്നതിനും പറയരുതാത്തത് പറയാതിരിക്കാനുമുള്ള വിവേകം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടുകൂടി അവരെ ആയിരിക്കും. നാം ഇങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുവാനുള്ള മുഖാന്തരങ്ങളാക്കി ഇതൊക്കെയും തീരുവാനിടയാകട്ടെ. ഈ യോഗത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് 2 ദൈവദാസന്മാർ കടന്നു വന്നിപ്പോൾ നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കുന്നതാണ്. ബ്രദർ മാത്യു തോമസും അതിനുശേഷം ബ്രദർ BP ജോർജും. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ ഉണ്മയോടെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പരമപിതാവേ, സ്വർഗത്തിലും ഭൂമിക്കും നാഥനായിട്ടുള്ളവരെ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഉണ്ട് എന്ന് പറഞ്ഞ് പോകാൻ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട്. സുവിശേഷം പ്രസംഗിക്കുക എന്ന് കൽപ്പിച്ചാക്കി വിട്ട അടിയങ്ങളുടെ കർത്താവ്, ഈ ദിവസം അവിടുത്തെ തിരുസാന്നിധ്യ ബോധത്തിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ വചനം പറയുവാൻ, അവിടുത്തെ വചനം കേൾക്കുവാൻ, അവിടുത്തെ ആത്മാവിനാൽ അവിടുന്ന് കരുണ ചെയ്താട്ടെ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കും. ഒരു മനുഷ്യനും നശിച്ചു പോകരുത്, എല്ലാവരും മാനസാന്തരപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, അവിടുന്ന് എല്ലാവർക്കും മാനസാന്തരം, പാപത്തെക്കുറിച്ചുള്ള ബോധം, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം, നീതിയെക്കുറിച്ചുള്ള ബോധം അവിടുത്തെ ആത്മാവിനാൽ ഇന്ന് കൊടുക്കണം എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കും. അവിടുന്ന് ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുമെങ്കിൽ ഇന്ന് അവിടുത്തെ രക്ഷയുടെ സത്യം ലിതിയുടെ ഹൃദയം തുറന്ന കർത്താവ്, ഹൃദയം തുറന്ന് ആളുകൾക്ക് മനസ്സിലാക്കുവാൻ, എല്ലാവർക്കും മനസ്സിലാക്കുവാൻ അവിടുന്ന് കരുണ ചെയ്യണം എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കും. യെരുശലേമിൽ നിന്ന് എമ്മേസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജ്ഞാനത്തെ തുറന്ന, ബുദ്ധിയെ തുറന്ന ഞങ്ങളുടെ കർത്താവ്, ദൈവവചനം മനസ്സിലാക്കുവാൻ ഹൃദയങ്ങളെയും കർത്താവെ ബുദ്ധിയെയും തുറന്നാട്ടെ എന്ന് ഞങ്ങളൊക്കെയോട് പ്രാർത്ഥിക്കും. അവിടുന്ന് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി വാഴുന്നു. അവിടുന്ന് ലോകത്തെ ന്യായം വിധിപ്പാൻ വേഗം വരുമല്ലോ കർത്താവ്. ആകയാൽ ഈ സന്ധ്യകൾ ജീവന്റെയും മരണത്തിന്റെയും സന്ദേശം കർത്താവെ ജനത്തിന് ലഭിപ്പാൻ പറഞ്ഞു, ഞാൻ മരണവും ജീവനും നിങ്ങളുടെ മുൻപിൽ വെക്കുന്നു, നിങ്ങൾ ജീവനെ തിരഞ്ഞെടുക്കുക. ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹവും ശാപവും വെക്കുന്നു, നിങ്ങൾ അനുഗ്രഹം തിരഞ്ഞെടുക്കുക. ഈ സന്ധ്യകൾ നാശത്തിനായിട്ടുള്ള കർത്താവ്, അടികൾ കേൾക്കുന്ന വചനം ജീവനായി അനുഗ്രഹത്തിനായി അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമെന്ന് അടിയങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കും. അടിയങ്ങൾക്ക് മാനുഷിക ശബ്ദമല്ല, അവിടുത്തെ ആത്മാവിനാലും അവിടുത്തെ ശക്തിയാലും ഈ സന്ധ്യകൾ അവിടുത്തെ വചനം കർത്താവെ കടിയങ്ങൾക്ക് രൂപാന്തരം വരുത്തുന്ന അവിടുത്തെ ശബ്ദം കടിയങ്ങൾ കേട്ട് ജീവിക്കുന്ന മഹത്വമറിഞ്ഞ കടിയങ്ങൾ കർത്താവിന്റെ ദർശനം പ്രാപിച്ചവരായി ഈ സന്ധ്യകൾ ഇവിടുന്ന് പോകുവാൻ അവിടുന്ന് നിങ്ങളെ സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കും. അടുത്തും അകലെയിരുന്ന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അവിടുത്തെ തന്മയാൽ അവിടുത്തെ ഇന്നുള്ള രക്ഷയുടെ സത്യത്തിന്റെ അറിവിനാൽ ഇവിടെ നിറച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കും. അവിടുത്തെ വചനം മനസ്സിലാക്കുവാൻ അവിടുന്ന് ഹൃദയങ്ങളെ തുറന്നാട്ടെ എന്ന് പിന്നെയും അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവിടുത്തെ വചനം മനസ്സിലാക്കുവാൻ, മനസ്സിലാക്കി കൊടുക്കുവാൻ അവിടുത്തെ ദാസന്മാർക്ക് അവിടുത്തെ ആത്മാവിന്റെ നിറവും കൊടുത്താട്ടെ എന്നടിയങ്ങളെ കാണും പ്രാർത്ഥിക്കും. ഈ സന്ധ്യങ്ങൾ അവിടുന്ന് കർത്താവയുടെ ചെറുകടിയിൽ അടിയങ്ങളെ പരിപാലിച്ചാട്ടെ. വാഴുന്നു, അരുളി ചെയ്യുന്നു എന്നുള്ള ശബ്ദം മാത്രം ഈ സന്ധ്യങ്ങൾ കേട്ടടിയങ്ങൾ സ്വർഗത്തിലെ രാജാവിന്റെ ദർശനം പ്രാപിച്ചുറായി പോകുവാൻ കരുണ ചെയ്താട്ടെ. എല്ലാ മഹത്വടിയങ്ങൾ അങ്ങേക്ക് കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ അധികത്തുള്ള നാമത്തിൽ കടിയങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കുമാറാകട്ടെ. ആമേൻ.
നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. മഹത്വത്തിൽ അധിവസിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അവിടുന്ന് എത്രയോ ശ്രേഷ്ഠൻ, അവിടുന്ന് എത്രയോ വലിയവൻ, അവിടുന്ന് എത്രയോ മഹത്വ സമ്പൂർണൻ. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളും ഞങ്ങൾക്ക് അവിടുത്തെ മഹത്വം ദർശിച്ചുകൊണ്ട് ഈ കർത്താവ് ഇവിടെയായിരിക്കാൻ നീ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടെ നിന്നും ജീവിക്കുന്നു, അവിടെ നിന്നും സംസാരിക്കുന്നു, അവിടെ നിന്നും പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കാൻ അവിടെ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലവും അവിടുത്തെ സന്നിധിയിലായിരിക്കാനും അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകി, അതോർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളോട് കർത്താവെ ഹൃദയമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവിടുത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഞങ്ങളുടെ ഹൃദയം കഠിനമാക്കാതെ ഞങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് കർത്താവിന്റെ മഹത്വത്തിനായിട്ട് വരും ദിവസങ്ങളിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകി സഹായിക്കണം എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്നും അവിടുത്തെ വിലയേറിയ ദാസന്മാരെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് സ്വർഗീയ മന്നയുമായി അയച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ജനത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് ഇന്നും ഞങ്ങളോട് മനസ്സലിയുവാൻ പോകുന്നതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവെ, നിന്റെ ദാസന്മാർക്ക് ദൈവം നൽകിയിരിക്കുന്ന കർത്താവെ ദൈവജനം ഒന്നും മറച്ചുവയ്ക്കാതെ അത് പ്രാഗൽഭ്യത്തോടെ ആത്മനിറവോടുകൂടി ഇന്നും സംസാരിപ്പാൻ നിന്റെ ദാസന്മാരെ അവിടുന്ന് ഒരുക്കിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം കരയേറ്റുന്നു. ജനത്തിന്റെ ഹൃദയത്തിൽ അവിടുന്ന് ഇടപെട്ടുകൊണ്ടിരിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ ഹൃദയത്തെയും അവിടുന്ന് കാണുന്നുണ്ട്. ഞങ്ങൾ ദൈവവചനത്തിൽ വായിക്കുന്ന പോലെ ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ പോലും ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ദൈവം അവിടുന്നാകുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പന്തലിന്റെ കീഴിലിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുന്ന് കാണുന്നതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവരുടെ ഹൃദയനില നീ അറിയുന്നതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഈ മൈക്കിന്റെ കർത്താവെ ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവമേ, നീ അവരോട് ഇടപെടുവാൻ പോകുന്നതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ടവരായി മടങ്ങിപ്പോകുവാൻ, കൊള്ള കിട്ടിയ അനുഭവത്തിൽ നിന്ന് മടങ്ങിപ്പോകുവാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരെ രണ്ടുപേരെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് മാനുഷ്യ ശബ്ദം കേൾപ്പാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് സ്വർഗീയ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം കേട്ട് അതേ സന്തോഷത്തോട് മടങ്ങിപ്പോകുവാൻ ഇന്ന് രാത്രി ഞങ്ങളെ നീ സഹായിക്കുന്നത് കൊണ്ട് ഞങ്ങൾ വീണ്ടും അവിടത്തേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്കായി ജീവൻ തന്ന കർത്താവിന്റെ അതിമൂത്തുള്ള നാമത്തിൽ തന്നെ. കർത്താവിന്റെ വലിയ നാമം